ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു ക്രിസ്മസ് കാലയളവ് കടന്നു വന്നിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ആഘോഷ തിമിർപ്പോടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുജനനത്തെ കൊണ്ടാടുകയാണ്. നാമും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു. എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും വളരെ സന്തോഷകരമായ ഒരു ക്രിസ്മസ് ഞാൻ ആശംസിക്കുകയാണ്. ലോകരക്ഷകനായി പിറന്ന നമ്മുടെ കർത്താവിനോട് കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ മുന്നേറുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ചിന്താശലകം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നത് നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ആദ്യത്തെ ക്രിസ്മസ് സന്ദേശമെന്ന് പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നുള്ളതാണ്. സന്തോഷം എന്ന് ഉള്ളതിനപ്പുറമായി ദൂതന്മാർ പറഞ്ഞത് മഹാസന്തോഷം എന്നാണ്. ഈ സന്തോഷം എന്നുള്ള ആ ഒരു അനുഭവത്തെ നമ്മൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുമ്പോൾ പല തലത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ നിർവചിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അല്ല, ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കിടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സന്തോഷം എന്ന് പറയുന്നത് വിടുതലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാകുന്നു. നാം ഒരു പ്രശ്നത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുമ്പോൾ വളരെ അപ്രതീക്ഷിതമായി നമുക്കതിൽ നിന്നൊരു വിടുതൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന വലിയ സന്തോഷം, ഒരു വലിയ വിപത്തിൻ്റെ നടുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ വിടുതൽ നൽകുന്ന സന്തോഷം. അങ്ങനെ ബന്ധനത്തിൽ നിന്ന് വിമോചിതരാകുമ്പോൾ കിട്ടുന്ന ആ വലിയ സന്തോഷത്തെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു ചെറിയ കഥ ഞാൻ കേട്ടത് നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുക. യൂറോപ്യൻസ് അമേരിക്കൻ ഐക്യനാടുകൾ ആക്രമിച്ചു കീഴടക്കുന്നതിന് മുമ്പായി അമേരിക്കയിൽ പല ഗ്രാമങ്ങളിൽ റെഡ് ഇന്ത്യൻസ് ആയിരുന്നല്ലോ താമസിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു റെഡ് ഇന്ത്യൻ കോളനിയിലേക്ക് ഒരു മിഷനറി ഒരു ക്രിസ്മസ് കാലയളവിൽ കടന്നു ചെന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ റെഡ് ഇന്ത്യൻസ് മുഴുവനും വളരെ ആഹ്ലാദചിത്തരായി ക്രിസ്മസ് വളരെ സസന്തോഷം കൊണ്ടാടുന്നത്, ആഘോഷങ്ങളോടും വർണ്ണശബളമായ അലങ്കാരങ്ങളോടും കൂടെ ക്രിസ്മസ് കൊണ്ടാടുന്നതാണ് കണ്ടത്. ആ ഒരു റെഡ് ഇന്ത്യൻ സഹോദരനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് നിങ്ങളുടെ മതമല്ല, നിങ്ങളുടെ വിശ്വാസമല്ല, ഇത് നിങ്ങളുടെ ശത്രുക്കളായിരിക്കുന്ന യൂറോപ്യൻസ് കൊണ്ടുവന്ന ഒരു വിശ്വാസമാണ്. നിങ്ങളുടെ ശത്രുക്കളോട് കൂടെ ചേർന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ക്രിസ്മസ് കൊണ്ടാടാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ ഒരു നിമിഷം ചിന്തിച്ചിട്ട് തനിക്ക് ചുറ്റും ഒന്ന് നോക്കി. തൻ്റെ കണ്ണിൽപ്പെട്ട കുറേ കരിയിലകൾ പെറുക്കി ഇവർ നിന്നതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു വൃത്താകൃതിയിൽ വെച്ചു. വീണ്ടും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ താൻ നിന്ന ചുറ്റുപാടുകളിലേക്ക് പരതി. ഇഴഞ്ഞു പോകുന്ന ഒരു പുഴുവിനെ അദ്ദേഹം പിടിച്ച് ഈ വൃത്താകൃതിയിൽ വെച്ചിരിക്കുന്ന കരിയിലയുടെ നടുവിൽ വെച്ചിട്ട് ചുറ്റുമുള്ള കരിയിലയ്ക്ക് തീ കൊടുത്തു. കരിയിലകൾ കത്തുവാൻ തുടങ്ങി. അതിൻ്റെ ചൂടേറ്റ് ഈ പുഴു ഞെളിവിരിക്കൊള്ളുവാനായിട്ട് തുടങ്ങി. തീർച്ചയായിട്ടും എങ്ങോട്ട് ഇഴഞ്ഞു പോയാലും അവിടെയൊക്കെ തീയാണ്. അത് മുന്നോട്ട് പ്രയാണം ചെയ്യുന്നുവെങ്കിൽ ആ തീയിൽപ്പെട്ട് അത് വെന്ത് നശിച്ചു പോകും. പെട്ടെന്ന് ആ തീയുടെ ആധിക്യം കൂടിയപ്പോൾ, ചൂട് കൂടിയപ്പോൾ, ഈ മനുഷ്യൻ പെട്ടെന്ന് ആ അഗ്നിഗോളത്തിനുള്ളിലേക്ക് കൈയിട്ട് ആ പുഴുവിനെ പിടിച്ച് പുറത്തു വിട്ട് ആ പുഴു വളരെ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ അതിവേഗം ഇഴഞ്ഞ് ദൂരേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഈ മിഷനറി വീരനോട് പറഞ്ഞു, ഇതാണ് ക്രിസ്മസിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. പാപത്തിൻ്റെ പിടിയിലായിരുന്ന, ജീവിതത്തിൻ്റെ ബന്ധനങ്ങളിലായിരുന്ന പല വിധത്തിലുള്ള ബന്ധനങ്ങൾ, ദുർമാർഗങ്ങളുടെ ബന്ധനങ്ങൾ, ദുസ്വഭാവങ്ങളുടെ ബന്ധനങ്ങൾ, നാം അഭിമുഖീകരിക്കുന്ന അനേക പ്രശ്നങ്ങളുടെ ബന്ധനങ്ങൾ, മുന്നോട്ട് പോകുവാൻ കഴിയാതെ ചുറ്റും
അഗ്നിജ്വാല പോലെ കത്തി ഉയരുമ്പോൾ അതിൻ്റെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന അല്ലെങ്കിൽ മരണത്തെ മുന്നിൽ കാണുന്ന നിമിഷങ്ങളിൽ നസ്രയനായ യേശു ക്രിസ്തു എന്ന ഒരു രക്ഷകൻ വീണ്ടെടുപ്പുകാരനായി പിറന്നു. അദ്ദേഹം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളെ ഈ ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തി. അതിൻ്റെ സന്തോഷമാണ് ഞങ്ങൾ കൊണ്ടാടുന്നത് എന്ന് പറയുകയുണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഒരുപക്ഷെ ക്രിസ്മസിൻ്റെ കാതലായിട്ടുള്ള സന്ദേശം അതുതന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പാപത്തിൻ്റെ ബന്ധനങ്ങൾ, പാപം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ മുമ്പ് പരാമർശിച്ച പല ജീവിത സാഹചര്യങ്ങൾ, മുന്നോട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ വിടുതലായി, രക്ഷകനായി നമുക്ക് വേണ്ടി ഒരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ നമ്മളെ വിടുവിക്കുന്നു എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ക്രിസ്മസിൽ അവൻ്റെ തിരുജനനം നമ്മൾ കൊണ്ടാടുന്നത്. തീർച്ചയായിട്ടും ഇതൊരാഘോഷമായിട്ട് തീരുവാനുള്ളതല്ല, മറിച്ച് ആഘോഷത്തിനപ്പുറമായി അനുഭവമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. സന്തോഷത്തെ ഞാൻ സ്വാതന്ത്ര്യത്തോട് യോജിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യം നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കുവാനുള്ളതല്ല. ഈ സ്വാതന്ത്ര്യം നൽകിയവനെ പിൻപറ്റുവാനുള്ള തീരുമാനമെടുക്കുവാനുള്ളതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരു അടിമച്ചന്തയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെന്നു. ധാരാളം അടിമകളെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് വിൽക്കുവാനായിട്ട്. തടിച്ചതും കൊഴുത്തതും ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ധാരാളം അടിമകളുണ്ട്. ഈ മനുഷ്യൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങി അടിമകളെയൊക്കെ നോക്കിയപ്പോൾ അതിലേറ്റവും മെല്ലിച്ച് ശോഷിച്ച് മുന്നോട്ടിനി ഒരു പണിയും ചെയ്യാൻ ഉള്ള കെൽപ്പുണ്ടോ എന്ന് സംശയിക്കത്തക്കവണ്ണമുള്ള ഒരടിമയെ അദ്ദേഹം കണ്ടു. അദ്ദേഹം ആ അടിമയുടെ യജമാനനോട് ചോദിച്ചു, ഈ അടിമയ്ക്ക് എത്ര രൂപ വേണമെന്ന്. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കൽ പോലും അർഹിക്കാത്ത ഒരു വലിയ തുകയാണ് ആ അടിമയുടെ വിലയായിട്ട് ആ മനുഷ്യൻ പറഞ്ഞത്. ഒട്ടുപോലും വില പേശാതെ തൻ്റെ പേഴ്സിൽ നിന്ന് ആ തുക എടുത്ത് ആ യജമാനന് കൊടുത്തിട്ട് ഈ പുതിയ യജമാനൻ താൻ വിലയ്ക്ക് വാങ്ങിയ അടിമയെ കൊണ്ട് അടിമച്ചന്തയ്ക്ക് പുറത്തു വന്നു. ഈ അടിമയുടെ മനസ്സിൽ ധാരാളം ചോദ്യങ്ങൾ ഉയർന്നു. അയ്യോ, ഈ മനുഷ്യൻ ഞാൻ അർഹിക്കാത്തൊരു വില കൊടുത്ത് എന്നെ വാങ്ങിയത് എന്തിനാ? എന്നെ കൊണ്ട് കഠിന ജോലി ചെയ്യിക്കാനാണോ? എനിക്കതിനുള്ള കെൽപ്പില്ല, എനിക്കതിനുള്ള ആരോഗ്യമില്ല. ഞാനിനി എന്തിനു വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വരും ഇയാൾ കൊടുത്ത വിലയ്ക്ക് തിരികെ കൊടുക്കുവാനായിട്ട്? വേദനയോടെ, ഭാരത്തോടെ, വീണ്ടും കഠിന ജോലിക്ക് വിധേയൻ ആയി തീരുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഭാരപ്പെട്ട് പുറത്തു വന്ന ആ മനുഷ്യനോട് പുതിയ യജമാനൻ പറഞ്ഞു, സഹോദര, നിന്നെ ഞാൻ സ്വാതന്ത്ര്യപ്പെടുത്തുകയാണ്. നീ പൊക്കോ, നിനക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാം, നീ സ്വതന്ത്രനാണ്, നീ പൊക്കോളാൻ പറഞ്ഞു. ആ മനുഷ്യന് സന്തോഷം സഹിക്കുവാൻ വയ്യായിരുന്നു. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത സ്വാതന്ത്ര്യം. ഇനി ഒരിക്കലും താൻ അടിമയല്ല, താൻ സ്വതന്ത്രനാണ്. തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, യഥേഷ്ടം തൻ്റെ ജീവിതം ആസ്വദിക്കാം, ആഘോഷിക്കാം. ആ മനുഷ്യൻ ഒരൊറ്റ ഓട്ടം കൊടുത്തു. ഓടി കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ അങ്ങോട്ടോടിയ വേഗതയിൽ തന്നെ ആ മനുഷ്യൻ തിരികെ വന്നു. ഈ പുതിയ യജമാനൻ്റെ കാൽക്കൽ വന്ന് വീണിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, യജമാനന്, എനിക്കർഹിക്കാത്ത വില അങ്ങ് കൊടുത്തെന്നെ വാങ്ങി, എന്നെ സ്വതന്ത്രനാക്കി. എനിക്കെൻ്റെ ജീവിതം എൻ്റെ സ്വന്തമായി, എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാം. പക്ഷേ അങ്ങയുടെ ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ, എനിക്ക് വേണ്ടി അങ്ങ് കൊടുത്ത വിലയ്ക്ക് മുമ്പിൽ എനിക്കെന്ത് സ്വാതന്ത്ര്യമാ? അങ്ങയെ സേവിക്കുന്നതിനപ്പുറമായി, അങ്ങയെ അനുസരിക്കുന്നതിനപ്പുറമായി
എനിക്ക് മറ്റൊരു സ്വാതന്ത്ര്യവും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടിമയായി തന്നെ സമർപ്പിക്കുകയായിരുന്നു. പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, ക്രിസ്മസ് നമുക്ക് നൽകുന്ന മറ്റൊരു വലിയ സന്തോഷത്തിൻ്റെ വേറൊരു തലമാണ് ഞാൻ പറഞ്ഞത്. പാപത്തിൻ്റെ പിടിയിൽ നിന്ന് നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തി മനുഷ്യനായി ദൈവമക്കളായി ഈ ഭൂമിയിൽ യഥേഷ്ടം ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നു. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ, ഇനിയും ഒരിക്കലും അടിമതത്തിൽ പെടാതെ വണ്ണം നമ്മളെ സ്വതന്ത്രരാക്കി. എന്നാൽ ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നതല്ലേ യഥാർത്ഥമായ സ്വാതന്ത്ര്യം? ക്രിസ്മസ് നമ്മളോട് വിളിച്ച് പറയുന്നത് അതുതന്നെയല്ലേ? നമ്മുടെ യജമാനൻ നമുക്ക് വേണ്ടി തൻ്റെ സ്വന്തം ജീവനെ മറുവിലയായി കൊടുക്കുവാൻ വന്നതാണ്. ആ ക്രൂശിലെ മരണത്താൽ നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തിയെങ്കിൽ നമ്മുടെ ജീവനെ തനിക്ക് വേണ്ടി സമർപ്പിക്കുന്നതിനപ്പുറമായി മറ്റൊരു സ്വാതന്ത്ര്യമില്ല, മറ്റൊരു സന്തോഷമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതല്ലേ യഥാർത്ഥമായ സന്തോഷം. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലയളവിൽ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട സ്വാതന്ത്ര്യപ്പെട്ട നമുക്ക് ഈ വലിയ സന്തോഷം നാം കൊണ്ടാടുമ്പോൾ ആ സന്തോഷത്തിൻ്റെ പ്രതീകമായി നമുക്ക് വേണ്ടി മറുവിലയായി തീർന്ന നമ്മുടെ കർത്താവ് എന്ന രക്ഷകന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും സന്തോഷകരമായ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.